ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രി. Trigonometry's main founder was Hipparchus, who was a Greek astronomer, geographer, and a mathematician. Trigonometry is only applicable to right-angled triangles. Right-angled triangles എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരെണ്ണം പെട്ടെന്ന് വരയ്ക്കണം. ഇവിടെ നമുക്ക് കാണാം ദാറ്റ് ആംഗിൾ ഇസ് 90 ഡിഗ്രീസ്. ഇങ്ങനത്തെ ട്രയാങ്കിളിനാണ് പറയുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ്. അപ്പോൾ ഈ ട്രിഗ്നോമെട്രി ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി, ഫിസിക്സ്, നാവിഗേഷൻ, ആസ്ട്രോണമി, ആർക്കിടെക്ചർ, ഇതിലെല്ലാം ഈ ട്രിഗ്നോമെട്രി യൂസ് ചെയ്യാറുണ്ട്. സോ ഇത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ നോക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ഫസ്റ്റ് യു വാച്ച് പൈത്തഗോറസ് തിയറം. പൈത്തഗോറസ് തിയറിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ട്രിഗ്നോമെട്രി വരാറുള്ളത്. പൈത്തഗോറസ് തിയറം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ടു ഡു ട്രിഗ്നോമെട്രി. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വരുന്നെങ്കിൽ പൈത്തഗോറസ് തിയറം നോക്കിയിട്ട് വേണം ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട്. ഇനി നമുക്ക് ട്രിഗ്നോമെട്രിയുടെ എങ്ങനെയാണ് ഇതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇത് 90 ഡിഗ്രീസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 90 ഡിഗ്രീസ് ആണ്. ദാറ്റ് ഈസ് 90 ഡിഗ്രി ബിക്കോസ് ദാറ്റ് വി ഹാവ് എ സ്ക്വയർ ദെയർ. ആൻഡ് ഇതൊരു ആംഗിളാണ്. ആ ആംഗിളിന് ഞാനിവിടെ ഒരു സർക്കിളിൻ്റെ അകത്തൊരു ചെറിയ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് തീറ്റ. പിന്നെ ഹെച്ച് ലോങ്ങസ്റ്റ് സൈഡ് ഈസ് ഹൈപ്പോട്ടന്യൂസ്. ഈ തീറ്റ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്നതാണ് ഓപ്പോസിറ്റ് സൈഡ്. അതർ സൈഡ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഹിയർ. സോ ദ ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് ഇൻ എ ട്രയാങ്കിൾ ഈസ് എ ഹൈപ്പോട്ടന്യൂസ്. സോ ഹൈപ്പോട്ടന്യൂസ് ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്നതാണ് ഓപ്പോസിറ്റ് സൈഡ്. പിന്നെ അഡ്ജസൻറ്റ് ഇതിൻ്റെ താഴെ. The side across from the angle is the opposite side. The side next to this angle. ഇതിന് ഓപ്പോസിറ്റ് വരുന്നത് ഓപ്പോസിറ്റ്, ഇതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്നതാണ് അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് ഇതാണ് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടിയെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ തന്നിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് ഉണ്ടോ, ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടോ, തീറ്റയുടെ വാല്യൂ ഡിഗ്രീസ് ആൻഡ് ആംഗിളാണ് അല്ലേ. ഇതൊരു ആംഗിളാണ്. അത് 45 ഡിഗ്രീസ് ആയിരിക്കാം, അല്ലെ 50 ഡിഗ്രീസ് ആയിരിക്കാം. അത് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾക്കൊരു ഫ്ലാഗ് പോൾ ബേസ്, നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരുന്നത് ഒരു ഫ്ലാഗ് പോളിൻ്റെ പടം കാണും. അതിൻ്റെ ഈ ഡിസ്റ്റൻസ് തരും ഗ്രൗണ്ടിൽ നിന്ന്. ഇപ്പം ഞാനിവിടെ നിൽക്കുമെന്ന് വെച്ചോ. സോ ഐ എം സ്റ്റാൻഡിങ് ഹിയർ. ഈ ഡിസ്റ്റൻസ് നമുക്ക് തരും. നമ്മൾക്ക് സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാണ് ആംഗിൾ തീറ്റ. ഞാനിപ്പോൾ മുകളിലോട്ട് നോക്കുക അല്ലേ, എൻ്റെ കണ്ണ് മുകളിലോട്ട് നോക്കുന്നതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് എലിവേഷൻ. ആംഗിൾ ഓഫ് എലിവേഷൻ. പിന്നെ ഞാനൊരു കുന്നിൻ്റെ മുകളിൽ നിന്ന് കീഴോട്ട് നോക്കുകയാണെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. സോ ഇപ്പോൾ ഈ ആംഗിളും അറിയാം, ഈ സൈഡും അറിയാമെങ്കിൽ നമുക്ക് ആംഗിളും അറിയാമെങ്കിൽ നമുക്ക് ഈ ഹൈറ്റ് എത്രയാണെന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. സോ നമുക്ക് ഇനിയും ഈ റേഷ്യോ, റെക്കഗ്നൈസിങ് ദ ട്രിഗ്നോമെട്രിക് റേഷ്യോസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരു 3 റേഷ്യോസാണ് ഇതിൻ്റെ അകത്തുള്ളത്. സൈൻ, ഞാനിവിടെ എഴുതാം, SOH, കാഹ്, സോക്കാ, ടോവ. ഇത് ഈ നിമോണിക് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഷോർട്ട് ഫോംസ് ഒന്ന് ഓർത്തിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുന്നതാണ്. സോ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ലെറ്റ്സ് സേ സൈൻ തീറ്റ, ഓപ്പോസിറ്റ് സൈഡ് by
hypotenuse. ഇപ്പം ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് ഈ സൈൻ തീറ്റ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. ഇനി ഇതിൽ ഏതെങ്കിലും ഓപ്പോസിറ്റ് അറിയാം, സൈൻ തീറ്റ അറിയാമെങ്കിൽ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം. അതാണ്. സോ ഈ ഫസ്റ്റ് ലെറ്റർ ആണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ്. സോ SOH. അടുത്തത് നമുക്ക് കോസൈൻ. സോ കോസൈൻ തീറ്റ ഈക്വൽസ് adjacent ഇനി കോസൈൻ എവിടെ എഴുതാം? സോ കോസൈൻ തീറ്റ ഈക്വൽസ് adjacent by hypotenuse. Then last one is tangent. So tangent theta equals opposite TOA by adjacent. സോ നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ, ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂ ഏത് സൈഡൊക്കെയാണ് തന്നിരിക്കുന്നത്, എന്ത് കണ്ടുപിടിക്കണം. സോ ലെറ്റ് മീ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഇപ്പം നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. So this is my right angled triangle. This is 4 centimeter. This angle is 20 degrees. And this is opposite. So we need to find O. അപ്പോൾ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? So that's hypotenuse. So we know hypotenuse is 4. We know theta is 20. What do we need to find? We need to find opposite. അപ്പം ഈ മൂന്നും കൂടെ ഉള്ള റേഷ്യോ ഏതാണെന്ന് നോക്കിയാൽ മതി. H theta O. H theta O. Can you see that? So it should be what? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചേ. ഇത് മൂന്നും ഉള്ള ഏത് റേഷ്യോ ആണ്? സൈൻ തീറ്റ. സോ സൈൻ തീറ്റ ഈക്വൽസ് O by H. ഇതിനകത്ത് എന്തൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്? സൈൻ 20, ഓപ്പോസിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം, ഹൈപ്പോട്ടന്യൂസ് ഈസ് 4. പിന്നെ ഇനി ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ 20 × 4, സൈൻ 20യുടെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ നമ്പർ വെച്ച് നമുക്ക് കാൽക്കുലേറ്റർ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വേണം. അതിന് ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൻ്റെ വാല്യൂസ് കിട്ടും. ലെറ്റ് മീ ഡു വൺ മോർ. അടുത്ത ചോദ്യം. ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനേക്കാൾ ഇച്ചിരി മാറ്റമൊക്കെ ഉണ്ട്. ബട്ട് ജസ്റ്റ് ബെയർ വിത്ത് മീ. ദിസ് ഈസ് 7 centimeter ആൻഡ് ദിസ് ഈസ് 40 degrees. സോ ലെറ്റ്സ് ലേബൽ ഇറ്റ് ഫസ്റ്റ്. സോ തീറ്റയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഓപ്പോസിറ്റ്, ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ഹൈപ്പോട്ടന്യൂസ്, ആൻഡ് ദിസ് ഈസ് അഡ്ജസൻറ്റ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ആസ്കിങ് യു ടു ഫൈൻഡ് അഡ്ജസൻറ്റ്. So let's write what information we have. Hypotenuse and etraya 7. Theta is 40. Adjacent is what they are asking us to find. Okay, so adjacent കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. സോ നമുക്ക് ഈ മൂന്നുള്ള ഏത് റേഷ്യോ എന്ന് നമുക്ക് നോക്കാം. H theta A. H theta A. So that should be ഏതാണ്? നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കിക്കേ. That is cosine. So cosine theta equals adjacent by hypotenuse. So അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സോ കാറ്റോവ.
ഇതൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് റേഷ്യോ ആണെങ്കിലും ഏത് ട്രയാങ്കിൾ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ ഇനി കൂടുതൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. ബൈ.